ഹലോ, ഗുഡ് മോർണിംഗ്. സിന്ധുമോളോസിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ മുഖമൊക്കെ ഇടുമിച്ച് വീർത്തിരിക്കുക അല്ലേ? അത് ഈ പൊടി അടിച്ചതിൻ്റെ കേട്ടോ. പൊടി എനിക്ക് ഭയങ്കര പ്രശ്നമാണ്, അലർജി. അതാ കണ്ണെല്ലാം ഇങ്ങനെ ഭയങ്കര ചൊറിച്ചിലായിരുന്നു. കണ്ണ്, ചെവി, തൊണ്ടയൊക്കെ ഈസ്നോഫീലിയയുടെ പ്രശ്നമുള്ളതുകൊണ്ട് അതാ മുഖമൊക്കെ ഒരു വീർത്തിരിക്കുന്നത് അല്ലേ. പിന്നെ ദേഹം മൊത്തം വേദന. ഇന്ന് രാവിലെ എണിട്ട് പോകണ്ടല്ലോ, എനിക്ക് ഉപ്പൂറ്റിക്കൊന്നും ഇന്ന് വരെ വേദനയില്ലാത്തതാണ്. 2 കാലിലും ഉപ്പൂറ്റിക്ക് വേദന. എവിടെയൊക്കെ വേദനയെന്ന് പറയാൻ അറിയത്തില്ല. അതേപോലെ ശരീരം ഫുള്ള് വേദന. കൂടുതൽ പണി ചെയ്യുമ്പോഴാണ് എനിക്ക് പ്രശ്നമെന്നുള്ളത് ഇപ്പം മനസ്സിലാക്കി. ഞാൻ കുറച്ച് നാളായിട്ട് പരീക്ഷിച്ചുകൊണ്ടിരിക്കുവാണേ. എനിക്ക് അധികം കൂടുതലായിട്ട് ഓവറായിട്ട് പണി ചെയ്യുമ്പോഴേ എനിക്ക് ഈ പ്രശ്നങ്ങൾ മൊത്തം. പിന്നെ രാത്രി ഉറങ്ങാൻ പറ്റില്ല. പണി ചെയ്യുമ്പോൾ ഞാൻ ആ വേദനയൊന്നും ശ്രദ്ധിക്കത്തില്ല, അങ്ങ് കിടന്ന് ചെയ്യും. പക്ഷേ എല്ലാ പണിയും ഓടി നടന്ന് ചെയ്യും. പക്ഷേ രാത്രിയാകുമ്പോൾ ഒരു രക്ഷയില്ല. ഇന്നലെയൊക്കെ ചേട്ടായി വരുമ്പോണ്ടല്ലോ എനിക്ക് അറിയത്തില്ല, എവിടെയെങ്കിലും കിടന്നാൽ മതി, അത്ര അവശതയായി. അതിൻ്റെ കൂടുതൽ ഈ തുമ്മി മറ്റേ സിട്രീസിനും കൂടെ എടുത്ത് കഴിച്ചു. അപ്പോൾ ഉറക്കവും കൂടെ വരുവാണോ ഭയങ്കര. ചേട്ടായിക്ക് ഫുഡ് എടുത്ത് എവിടെയെങ്കിലും ഞാൻ പറഞ്ഞു കുളിച്ചിട്ട് വായോ എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഫുഡ് എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ട് വെച്ചു. എന്നിട്ട് ചേട്ടായി കുളിച്ചിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഓരോ പാത്രവും എടുത്തുകൊണ്ട് ഒന്ന് അടച്ചു വെച്ചു. എൻ്റെ ഫോണൊക്കെ ചാർജില്ല, എൻ്റെ അവിടെ കുത്തിയിട്ട് വെക്കുമായിരുന്നു. വെച്ചിട്ട് ഞാൻ പറഞ്ഞു ചേട്ടായി കഴിച്ചോ കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പോയി കയറുന്നു. അങ്ങനെ എനിക്ക് അത്രയും ഞാൻ ചേട്ടായി കഴിക്കുന്ന സമയത്ത് ഞാൻ ചേട്ടായി അടുത്ത് വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് അങ്ങനെയൊക്കെ ഞങ്ങൾ. ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ കഴിക്കുന്നതുകൊണ്ട് ചേട്ടായി തന്നെയല്ലേ ഇത് കഴിക്കുന്നത്. അപ്പം ഞാൻ അടുത്ത് വന്നൊക്കെ ഇരിക്കുന്നത്. പക്ഷേ എനിക്ക് പറ്റത്തില്ല, അതൊരു അവസ്ഥയായിപ്പോയി. ഇന്ന് രാവിലെ എണീറ്റപ്പം ദേഹം മൊത്തം വേദനയായി. ഈ ഒരുമിച്ച് എല്ലാം കൂടെ ചെയ്യാൻ നോക്കിയിട്ടാണ് ഒരു 3-5 ദിവസം കൊണ്ടൊക്കെ ചെയ്ത് കുറച്ച് ചെയ്തിട്ട് ഇത്രയും പാടില്ലായിരുന്നു. ദേഹം മൊത്തം വേന, നടുവും പൂറവും കാലും എല്ലാം വേന. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടായി മിഷീനോ തിരക്കില്ലാത്തപ്പോൾ ഒന്ന് വിളിച്ചേരം കേട്ടോ, ഞാനൊന്ന് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടായി ഇപ്പം വിളിച്ചിട്ട് പറഞ്ഞു 1/2 മണിക്കൂർ കഴിയുമ്പോൾ പാടിയെന്ന് പറഞ്ഞേ. എന്നാൽ ഒന്ന് പോകാൻ നോക്കാം. ഇത് കണ്ടോ മുറി കിടക്കുന്നേ, ജനലും നിസാര ഈ കട്ടിലിൻ്റെ ഈ സാധനമില്ലേ, ഇതുവരെ നിറച്ച് പൊടിയാണേ. ഇതെല്ലാം നിറച്ച് പൊടിയാണേ, മൊത്തപ്പൊടി. ഈ വെയിറ്റിംഗ് മെഷീനും ബാഗും എനിക്കറിയത്തില്ല, അതെല്ലാം ഞാൻ പിന്നെ തുടച്ച് ബാഗൊക്കെ ഇവിടുത്തെ ഡ്രസ്സിങ് ടേബിളെല്ലാം ഒരു വിധത്തിൽ തുടച്ച് റെഡിയാക്കി എടുത്തു. പിന്നെ പൊടിയായിരുന്നറിയോ, മൊത്തം പൊടിയുടെ അഭിഷേകം. എന്നെ ചെയ്യാനാ. ഇനിയിപ്പം ഇതൊന്നും ഈ ഒരു റൂം തൂത്ത് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അതേ നടക്കത്തുള്ളൂ ഇന്ന്. ശരിയെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. നമ്മുടെ സൂക്ഷ്മക്കുറവിൻ്റെ ശ്രദ്ധക്കുറവിൻ്റെ കൊണ്ട് പറ്റില്ല. അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് എടുത്ത് മാറ്റിയിട്ട് ചെയ്താൽ മതിയായിരുന്നു. ഞാൻ വരുന്നതിന് മുമ്പേ ചെയ്ത് വെച്ചില്ലേ. അയ്യോ, അലമാരുടെ പുറത്ത് നോക്കിയപ്പോൾ എന്തോരം പൊടിയാണ് ഞാൻ തൂത്തി അടിച്ചെന്നറിയോ. ഹോ എൻ്റെ അമ്മ. താഴേന്ന് ഇപ്പം ആര്യൻകൂട്ടം കൊണ്ട് തന്ന കേട്ടോ പച്ചച്ചക്കച്ചോള. 2 കഴിച്ചു. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. എന്നാന്നറിയോ, കുറേ പണികളുണ്ട്. വന്ന് തൂത്തൊക്കെ വാരി തീ പിടിപ്പിച്ച് കുളിക്കാൻ വെള്ളം വെച്ചു. പിടിച്ചു വരുന്നതേ ഉള്ളൂ. ഇച്ചിരി പാടാ പിടിക്കാൻ. സോപ്പ് ഞാൻ ബാത്റൂമിൽ വെക്കാൻ വേണ്ടി എടുത്ത് വെച്ചേട്ടോ. മെഷീനകത്ത് അലക്കാനുള്ളതൊക്കെ ഇട്ടു. ഇനി കല്ലേ കുറച്ച് അലക്കാനുണ്ട്. പോയി കൂടെ അലക്കട്ടെ. അലക്കി കഴിഞ്ഞിട്ട് വരാം. മേശയിലൊന്നും വെച്ചില്ല. മേശയൊക്കെ വിരിയൊക്കെ കഴുകി ഉണങ്ങി റെഡിയാക്കണം. എല്ലാം തുടച്ച് സെറ്റാക്കി കേട്ടോ. എൻ്റെ അമ്മേ മാതാവേ, ഇതിലൊക്കെ തുണി എടുത്തുകൊണ്ട് പോയതാണ് കഴുകാൻ വേണ്ടിയിട്ട്. എല്ലാം തുടച്ച് എത്ര നേരമായെന്നറിയോ. എല്ലാ മുറിയും തുടച്ചു. അല്ല പിന്നെ ഒരു മുറിയിൽ നിന്ന് ഒരു മുറിയിലോട്ട് ചവിട്ടിക്കൊണ്ട് പോകത്തില്ലേ. എല്ലാം ശരിയാക്കി. അപ്പോഴത്തേനും അടുക്കളയ്ക്കകത്ത് കയറാൻ സമയം കിട്ടിയില്ല ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടായി 2 പൊറോട്ട മേടിച്ചുകൊണ്ട് വരാമെന്ന് ചോദിച്ചു. അപ്പം മീൻകറി ഉണ്ട്. ഒരു പൊറോട്ട മേടിച്ചോ, 10 പൊറോട്ട മേടിച്ചോ. 10 മേടിച്ചോ? പിന്നെ 5 പൊറോട്ട മേടിക്കാനാണ് ഞാൻ പറഞ്ഞേ. 10 ഒന്നും മേടിച്ചിട്ടില്ല, ചുമ്മാ പറയാണ്ടോ. അങ്ങ് ചുമ്മാ കത്തി വെക്കുക. ഗ്രേവിയെ മേടിച്ചിട്ടുള്ളൂ കേട്ടോ, കറിയൊന്നും മേടിച്ചില്ല. എന്നാന്നറിയോ, മീൻകറി ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. ഉള്ളപ്പം പിന്നെ മേടിക്കണ്ടല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ ദോശമാവ് ഇരിപ്പുണ്ട്. ദോശ ചൂടാൻ പോലും പറ്റത്തില്ല. അത് അത്രയും മടുത്ത്, അതുപോലെ മടുത്തു വെച്ചാൽ അതുപോലെ മടുത്തു. എൻ്റെ അമ്മോ, എല്ലാം പൊടിയായിരുന്നു ഫുള്ള്. ഇവിടുത്തെ ഒക്കെ മൊത്തം എടുത്ത് മാറ്റി, എല്ലാം എടുത്ത് മാറ്റി. ഇതുണ്ടോ, ചില്ലറ പണിയല്ലേ ചെയ്തേക്കുന്നത്. ഇനി ഉള്ള പരിപാടി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ കൂടെ ഫുൾ പണിക്കുള്ള പണിയുണ്ട്. എന്നാന്നറിയോ, ഇത് ഉറക്കാനുള്ള അത് മൊത്തം ഉണ്ടല്ലോ. വാഷിംഗ് മെഷീനകത്ത് ഇടാനും പറ്റത്തില്ല. സെറ്റിക്കോറൊക്കെ ഇതായി പോകത്തില്ല. പിന്നെ ബെഡ്ഷീറ്റൊക്കെയും പൊടി പിടിച്ചതെല്ലാം വേറെ വെള്ളത്തിൽ മുക്കി ഒലച്ച് പിഴിഞ്ഞിടണം. സുന്ദരിമണികൾ 2 ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ എന്നാണേലും പോയി ഇനി കഴിക്കട്ടെ. മടുത്തെന്ന് വെച്ചാൽ മടുത്ത്, ഞാൻ ശരിക്കും മടുത്ത് പോയി. തൊഴിലുറപ്പും കഴിഞ്ഞ് വന്നിട്ടേ 5 മണിയായപ്പോൾ തുടങ്ങിയ പരിപാടി. സമയം എന്നായി ഏട്ടായി? സമയം എന്നായി? അയ്യോ ഉണ്ടോ, 10:20.
ഇത്രയും നേരത്തെ പണി ഇനി കഴിക്കാൻ പോകുന്നു. കഴിച്ചില്ല, ഒന്നും കഴിച്ചിട്ടില്ല. വിശന്നിട്ട് കണ്ണു കാണാമല്ല. ഈ പാതിരാത്രി കഴിക്കരുതാത്ത തന്നെ ചെയ്യാനാ. എന്നാ ബാ. അപ്പം കാലത്ത് തുടങ്ങിയ പണി കേട്ടോ. സ്റ്റൂളിൻ്റെയൊക്കെ പൊടി കാണാൻ എല്ലാം കഴുകി, ഇത് ചവിട്ടി എല്ലാം കഴുകി വെയിലത്തിട്ടു. ഇത് തുടങ്ങിയ പണിയാണ്. ഒരു കാപ്പി പോലും കഴിക്കാൻ പറ്റില്ല. ഇതേ വട്ടത് കിട്ടില്ല. ചേച്ചി അങ്ങ് മണ്ടേ ചെന്നിട്ടുണ്ട്. ഇപ്പം ഇനി ഞാൻ മല കയറണ്ടേ. ഞാൻ കാപ്പി കുടിച്ചില്ല. ഒരു പൊറോട്ട കൈ പിടിച്ച് ചുമ്മാ കഴിച്ചു. ചായ പോലും കുടിച്ചില്ല. സമയം കിട്ടിയില്ല. രാവിലെ തുടങ്ങിയ പണിയാണ്. ചവിട്ടിയെല്ലാം കഴുകി, കർട്ടനെല്ലാം കഴുകി, പിന്നെ മിറ്റം വരെ തൂത്തുവാരി. അത്രയൊക്കെ ആയപ്പോഴത്തേനും ഇത്രയായി. പെര തൂത്തില്ല. പെര ഇന്നലെ രാത്രി തുളച്ചുകൊണ്ട് പെര തൂക്കണ്ടായിരുന്നു. മിറ്റം എല്ലാം തൂത്തുവാരി. അയ്യോ, കുറേ ചോട്ടിയും കാര്യങ്ങളില്ലായിരുന്നു. അതുകൊണ്ട് പണി ചെയ്ത് മടുത്തു. ചായ കുടിച്ചില്ല, അതൊരു വിഷമം. ചായ കുടിച്ചില്ല, എനിക്ക് സങ്കടം. എന്ന് വെച്ചാൽ ക്ഷീണം പോലെ. പക്ഷെ കുടിക്കാൻ സമയം ചൂടല്ലായിരിക്കും. ചേച്ചി പോകുന്നപ്പോൾ പിന്നെ അവിടെ വെച്ചിട്ട് പോന്നു. ഇനി ഉച്ചയ്ക്ക് വരുമ്പോൾ കുടിക്കാം. അയ്യോ, മുഖമൊക്കെ ഇരിക്കുന്നുണ്ടോ പണിയുടെ കൂടെ ഇടുമിച്ച്. അപ്പോൾ പോയിട്ടൊക്കെ കേട്ടോ. അല്ലേ ചേച്ചി, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമൊക്കെ ഇട്ടിരുവാണേ. ഉണ്ടോ നിങ്ങളെ ഒരു കാഴ്ച ചേർത്തെ കാപ്പിപ്പൂ കേട്ടോ. ഞങ്ങൾ എന്നാ തൊഴിലുറപ്പാണെന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ മുല്ലപ്പൂ വിരിച്ചിടത്തൊക്കെ ഞങ്ങൾ ഇരിക്കത്തുള്ളൂ. വിരിച്ചിടത്ത് പട്ടുപത്ത് കുഴക്കമുള്ളിടത്തേ ഇരിക്കത്തുള്ളൂ. എല്ലാ ദിവസവും ഇങ്ങനെ കാപ്പിപ്പൂ ആണെങ്കിൽ കാപ്പിപ്പൂ വെതറിക്കണം കേട്ടോ. വെള്ളം കൊണ്ടുവന്നു. ഇതേ കപ്പളങ്ങ പറിച്ചു വെച്ചേക്കുന്നു. ഏത്തക്കാവോളി ഉണ്ടായിരുന്നു. ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. ഏത്തക്കാവോളിയൊക്കെ കഴിച്ച എല്ലാവരും. ചേച്ചിയുടെ പട്ടിക്കുഞ്ഞാട്ടോ. ആണ്ടേ ഞാൻ പോയി എന്നെ വഴക്കുണ്ടാക്കുന്നുണ്ട്. അയ്യോ അയ്യോ, കലി നോക്കി. കലി നോക്കി കൂടിനകത്തിട്ട്. വെളച്ചിലും കൊണ്ട് ചെയ്താൽ ചിലപ്പോൾ കടി കിട്ടും കേട്ടോ. എന്താ പോലെ കടിക്കല്ലേ പറയാൻ പറ്റില്ല കേട്ടോ. ഞങ്ങൾ പൊക്കോളാവേ. ലൂക്ക അവിടെ നിന്നു കേട്ടോ. ആണോ 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 അവിടെ ഇന്നോട്ടോ സുന്ദരൻ. അറച്ച് നിൽക്കാതെ ഒന്നേ പെയ്യണ്ടേ. ഇത് പെയ്യത്തില്ല. ഇതുണ്ടോ മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ പെയ്യല. ഇങ്ങനെ കുഞ്ഞായിട്ട് നിൽക്കുക കേട്ടോ. ഇതിപ്പം കുറേ സമയം കൊണ്ട് മഴ ചാറിട്ടില്ല കേട്ടോ. ചാറി 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 നോക്കിയാൽ കിടക്കണം. പക്ഷേ ഈ ചെമ്മാനം വന്നാൽ മഴ മാറിപ്പോകാതെ പറഞ്ഞത്. ഈ ചെമ്മാനമായി കേട്ടോ. കാർമേഘം ഒക്കെ പോയി. ഇതുണ്ടോ ചെറുതായിട്ട് ചാറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇങ്ങനെ ചാറിയാണ്ടല്ലോ ചൂട് കൂടുകയും ചെയ്യും, ഉള്ള വെള്ളം പറ്റിപ്പോവും. അല്ലെങ്കിൽ നന്നായിട്ട് പെയ്യണം. എന്താ ദൈവമേ, ഭയങ്കര. ഞാനിപ്പോൾ എന്നാ അറിയിച്ചു നേരം ഇവിടെ ഇറങ്ങി നിന്നേ. അന്നേരത്തിനും ഭയങ്കര മിന്നലവിടെ. തീ പോണക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം മാറി. ഞാൻ ക്യാമറയും കൊണ്ട് വന്നു. ഇപ്പം മിന്നണ്ട കണ്ടോ. അല്ല അവിടെ ഇങ്ങനെ കൊള്ളിയാൻ മിന്നുന്നേ. ഭയങ്കരമായിട്ട് മിന്നലായിരുന്നു. നല്ല വെള്ളി മാതിരി ഇങ്ങനെ കാണുമ്പം ഭയങ്കരമായിട്ടൊരിത് വരുമായിരുന്നു. തീ പോലെ സോറി, വെള്ളി പോണക്കല്ല, തീ പോലെ. അപ്പോൾ എല്ലായിടും ഞാൻ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി കേട്ടോ. ഇനി സെറ്റിക് കവറൊക്കെ ഇട്ടിട്ടില്ല. എല്ലാം കഴുകി ഉണങ്ങി. എൻ്റെ സ്റ്റാൻഡെടുത്ത് വെച്ചേക്കുന്ന ഇതുകൊണ്ട് ഞാൻ ഭിത്തി എല്ലാം ഉണ്ടല്ലോ ഇങ്ങനെ ചുരണ്ടി കളഞ്ഞ് തൂത്ത് മൊത്തം ചുരണ്ടി കളഞ്ഞിട്ടുണ്ട്. ഇപ്പോഴേ ഇനി വീർത്ത് വരുമോയെന്ന് നോക്കാമെന്ന് പറഞ്ഞാൽ എല്ലാം സാൻഡ് പേപ്പർ വെച്ച് ചുരണ്ടി കളഞ്ഞ് തൂത്ത് തുടച്ചത് കേട്ടോ. തറയല്ല എന്ത് പണി വേണമെന്ന് നിന്നൊന്നും പറയണ്ട. എന്നിട്ട് എല്ലാത്തിലും തുണിയെല്ലാം എടുത്ത് മാറ്റി കഴുകി എല്ലാം. ഇത് നിങ്ങൾ ഓർക്കും ഇത് എന്നോ ഇടുക്കിയിൽ ഒത്തിരി മലകൾ കണ്ടിട്ടുണ്ട്. ഇതിന്നോ മലയാ സിന്ധുമെന്ന് നിങ്ങൾ വിചാരിക്കും. അത്രയുണ്ട്. ഇത് ഇനി മടക്കി സെറ്റാക്കി ഓരോ സ്ഥലങ്ങളിലും അവനവൻ്റെ സാധനങ്ങൾ ഓരോ അലമാരികളിലൊക്കെ അടുക്കി വെക്കണം. എൻ്റെ അമ്മോ മടുത്തെന്ന് വെച്ചാൽ മടുത്തു. നീ ഇത് നാളെ മടക്കാൻ പറ്റിയല്ല, മടുത്തു. അപ്പം വേണ്ടേ സാറ് വന്നിട്ടുണ്ട് കേട്ടോ. സാറ് പണിയും കഴിഞ്ഞ് വരുമ്പോഴത്തേനും സാറും മടുക്കും. പിന്നെ എന്നാ ചെയ്യാനാ, പിന്നെ ബാക്കി പണി ചെയ്യിപ്പിക്കാൻ പറ്റുമോ? അയ്യോ, എല്ലാം തൂത്ത് തുടച്ച് ഒന്ന് ഒതുക്കി പരിപാടി ഒക്കെ കഴിഞ്ഞു. കുറച്ച് അലക്കും പിറക്കും എല്ലാം കഴിഞ്ഞു. അതിനാ ചേട്ടായി പഴം ഞാലിപ്പം പഴം എവിടെ കണ്ടാലും മേടിച്ചോണമെന്ന് ഞാൻ പറയും. ഇവിടെ ഉണ്ടെങ്കിൽ മേടിക്കണ്ടെന്ന് പറയും. തീർന്നിട്ടുണ്ടെങ്കിൽ മേടിച്ചുകൊണ്ട് വരാൻ പറയും കേട്ടോ. അപ്പം നാളെ പുട്ടും പഴം ഉണ്ടാക്കാം. പുട്ടുണ്ടാക്കിയിട്ട് കുറേ ദിവസമായി. അയ്യോ പഴുത്തു, ഇത് ഇരിഞ്ഞൊക്കെ പോയോ? സാരമില്ലേ, വേറെ പാത്രം എടുത്തിട്ട് ഇത് വെച്ചോളാം. മഴ പെയ്തോ ഉപ്പാറേ? ഓ ചുമ്മാ മൂടിക്കെട്ടി വരും, പിന്നെ പെയ്തില്ല. അത് തന്നെ. അതിനാ എനിക്ക് എന്നാ വേണ്ടെന്ന് ചോദിച്ചാൽ മുമ്പ് വിളിച്ചപ്പോൾ പറയാൻ ഒരു ബ്രഷ് വേണമെന്ന്. പിന്നെ അതിന് ഇടയും മുത്തൂറ്റിൻ്റെ കൊണ്ടുവച്ചേക്കുന്നു. അത് നമ്മുടെ ഇന്നത്തെ പരിശോധനയുടെയാണ്. ഷുഗറൊന്നും ഇല്ല. നോക്കിയോ? കൊളസ്ട്രോൾ ഇല്ല. ഇല്ലേ? മിടുക്കൻ. എനിക്ക് കൊളസ്ട്രോൾ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് കയറി പോകുമ്പോൾ 40 ആയിരുന്നു, ഇപ്പം 120 ആയി. അതെ
ഷുഗർ ഒരാഴ്ച ഒന്നല്ല 1.5 ആഴ്ചയായിട്ട് മധുരം ഒന്നും ഉപയോഗിച്ചില്ല അല്ലേ? ഷുഗർ 140 വന്നായിരുന്നു കേട്ടോ. അത് ചേട്ടാ ഫുഡിന്റെ അല്ല, ഫുഡിന്റെ കൊണ്ട് വന്നതല്ല, അത് ഗുളികയുടെ. വേറെ എന്തൊക്കെയുണ്ട് ഇപ്പൊ ടെസ്റ്റ് ചെയ്തിട്ട്? കൊളസ്ട്രോൾ ഇല്ല, ഇല്ല. എൻ്റെ പൊന്നു മാതാവേ, ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. കാരണം ഇവിടെ ചേട്ടൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒന്നുമില്ല. എനിക്ക് പേടിയുണ്ടായിരുന്നു ഷുഗറാന്ന് കേട്ടപ്പോൾ. എനിക്ക് എൻ്റെ പൊന്നെ ഭയങ്കര സമാധാനക്കേടായിരുന്നു. തീറ്റ തിന്നാൻ പറ്റുമോ, എന്നേലും മുറിഞ്ഞു കഴിഞ്ഞാൽ കാര്യമോ. അതിനിടെ ചേട്ടയുടെ തോളെ ഒരു ചെറിയൊരു മുറിവ് വന്ന്, എൻ്റെ പൊന്നെ അതും കൂടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ശകലം തൊലി പോയ കൂടെ കായതാ. ഇത് കണ്ടോ, ഇത്ര ചുമ്മാ ചെറുതായിട്ട് തൊലി പോയതായിരുന്നു. എൻ്റെ പൊന്നു മാതാവേ, അതേ കൊണ്ട് ഉടക്കിയതെങ്ങണ്ടാ സത്യത്തില് ഏലസല് അങ്ങനെയെങ്ങണ്ടാ പറ്റിയത്. അല്ല അങ്ങനെ പോയി. പക്ഷെ തൊലി പോയ കൊടുക്ക ചുമ്മാ ചുമന്നായിരുന്നത്. പിറ്റേ ദിവസം ആയപ്പോഴത്തേനും വേണ്ട അതുകൂടെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര പേടിയായി. പൊള്ളിപ്പോയവർക്കൊക്കെ എനിക്ക് ശരിക്കും പേടിയായിരുന്നു. ഷുഗറും കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു മാതാവേ. അപ്പോൾ എന്തായാലും രക്ഷപ്പെട്ടു. അപ്പം ഞാൻ പഴമൊക്കെ എടുത്ത് വെക്കട്ടെ, എന്നിട്ട് ചേട്ടാക്കി. ഇവിടുത്തെ ബാത്റൂം കഴിഞ്ഞിട്ടുണ്ട്, എടുത്തോണ്ട് പോരെ. ഇതെന്നറിയോ, സോപ്പും ബ്രഷും എല്ലാം അപ്പുറത്ത് കൊണ്ട് വെച്ചിരുന്നു കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാത്റൂം കഴുകിയിട്ടില്ലായിരുന്നു, ഒത്തേ മുളക് കിടക്കുമായിരുന്നു. ഞാൻ ഇന്നെല്ലാം കഴുകി സെറ്റ് ആക്കിയിട്ടുണ്ട് ചേട്ടായി. അയ്യോ അതെ, നാളെ വീട്ടിൽ ഇരിക്കാന്ന് എന്നോട് പറഞ്ഞു. ആണോ? നാളെ വീട്ടിൽ ഇരിക്കാൻ എന്നിട്ട് ഞാൻ ചെയ്തോളാം, നീ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു. കാരണം എൻ്റെ മുഖം എല്ലാം ഇടുമിച്ച് വീർത്തിരിക്കുന്നതുകൊണ്ട് ചേട്ടായിക്കും പേടിയായി. ഒത്തിരി പണിയായപ്പോഴത്തേക്കുവേ ആകെപ്പാടെ ഒരു ഇതായിരുന്നു. അയ്യോ, എന്നാലും എങ്ങനെയുണ്ട് കണ്ടപ്പോ? ദൈവമേ, ഇനിയെങ്കിലും ഒന്ന് ഇത് ആകാതിരുന്നാ മതി എന്നല്ലേ? നീ ഇപ്പം വരാതിരുന്നാ മതി. അറിയത്തില്ല, അത് ഞാൻ നോക്കിയില്ല. ഉണ്ടോ പുറത്ത്? ഇല്ലേ? അപ്പൊ രക്ഷപ്പെട്ടല്ലേ എൻ്റെ ദൈവമേ, സമാധാനം. അയ്യോ ഈശ്വര, ഇനി പെരക്കാത്തോട്ടുള്ളതും അങ്ങനെ ആയെങ്കിലേ. പൈസയും മുടക്കി, പൈസയുടെ ഇരട്ടി പൊടിയും ശ്വാസം മുട്ടല്ലോ അതിൻ്റെ അപ്പുറം. എന്തായാലും രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പൊ നീ വെള്ളം അടുപ്പേ വെച്ചേക്കുന്നു. ചേട്ടാ ഇവിടെ ഇന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. എന്നാ അതിൻ്റെ ചെറിയ ചെറിയ സൗണ്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുക. ചേട്ടാ ഷർട്ട് ഇട്ടിട്ടില്ല. ഇപ്പം യൂട്യൂബ് കുറേ നിബന്ധനകളൊക്കെ എങ്ങാണ്ടൊക്കെ ആക്കിയിട്ടുണ്ട്. വലിയവർ പോലും ഷർട്ട് ഇടാതെയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കുമോ, നോട്ടിഫിക്കേഷനോ ഒത്തിരി പേരിലോട്ട് ചെല്ലാതിരിക്കും, അങ്ങനെ എന്നാണ്ടൊക്കെ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് കാര്യമായിട്ടൊന്നും അറിയത്തില്ല, അതാ മെയിൻ റൂൾസൊക്കെ നമ്മൾ പാലിക്കണം. അതെ, അപ്പം റൂൾസൊക്കെ പാലിക്കുന്നതുകൊണ്ടാണ് ഞാൻ വെളിക്ക് വേണ്ടി വരാതെ നല്ല ഫുഡ് കഴിച്ചോണ്ടിരിക്കുക. നല്ല ഫുഡ് കഴിച്ചോണ്ടിരിക്കുക, അതുകൊണ്ടാ ഷർട്ട് ഇട്ടിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് വീഡിയോക്കകത്ത് വരാത്തത് കേട്ടോ. പിന്നെ ഇന്നൊരു ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ നമ്മുടെ ദിവ്യ, മുംബൈ മല്ലൂസിലെ നമ്മുടെ ദിവ്യയും വിനീഷും പൊടിമോനും കേദാറും ദിവ്യ വിളിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വിളിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായി വിളിച്ചിട്ട്. ഇടയ്ക്കിടയ്ക്ക് അവൾ പറയും, അമ്മ ഇങ്ങോട്ട് വാ, അമ്മയും പപ്പായും കൂടെ ഇങ്ങോട്ട് കയറി വായോ. വിനീഷ് വിളിക്കുമ്പോൾ പറയാം, എൻ്റെ പൊന്നും പപ്പായി അമ്മയും പപ്പായും ഇങ്ങോട്ട് വായോ, ഞാൻ കുറച്ച് ദിവസം ഇവിടെ വന്നിരിക്കുന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. അപ്പം കഴിഞ്ഞ ദിവസം ഞാനിവിടെ ഇരുന്നപ്പോൾ ഒരു കമൻറ്റ് കണ്ടു ഞാനേ, സിന്ധുവമ്മേ, അത് തെറ്റായിട്ടുള്ള കമൻറ്റ് അല്ലായിരുന്നു കേട്ടോ. 10-20 മിനിറ്റ് ഞങ്ങളുടെ സമയം ഇതാകുമല്ലേ, നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടും, നിങ്ങൾക്ക് പിന്നെ ഇതിൽ നിന്ന് വരുമാനം കിട്ടും, പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ വേറെ വേറെ കണ്ടന്റ് ഇടുമെന്നോ അങ്ങനെ അങ്ങോട്ട് കുറഞ്ഞൊരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാനിവിടെ വന്ന് തൊഴിലുറപ്പ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വന്നപ്പോൾ ഞാൻ മനസ്സിൽ ഓർത്തു, ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി എന്നെ ചെയ്യും. അന്ന് ഒരു പോക്ക് പോയാലോ എങ്ങോട്ടെങ്കിലും, കോട്ടയത്ത് പോയിട്ട് വലിയ ഇതില്ല, മുണ്ടക്കയത്ത് പോയാൽ വലിയ ഇതില്ല, പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? ആകെപ്പാടെ കൂടപ്പുറപ്പോൾ കണ്ടിട്ട് കോട്ടയത്ത് മുണ്ടക്കയത്ത് പോകും, പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? അമ്മൂൻ്റെ അടുത്ത് കൊണ്ട് വലിയ ഇതില്ല. അപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തെളിഞ്ഞു വന്ന് പോകുവാട്ടോ ദിവ്യയുടെ വിളിച്ചിട്ട് വിട്ടാലോ മുമ്പേക്കെന്ന്. അപ്പം അറിയാണ്ട് പറഞ്ഞു ഞാൻ, എടീ ഞങ്ങൾ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, വാമേ ഇങ്ങോട്ട് വാമേത്. പക്ഷേ എന്താ പറയുന്നത്, പരീക്ഷയൊക്കെ അല്ലേ കുഞ്ഞുങ്ങൾക്ക്, അതുകൊണ്ട് പിന്നെ ഞാൻ ചേട്ടാ അങ്ങോട്ട് മടിച്ചു. അതല്ലേ ഈ ചേട്ടാ ഇപ്പോൾ യാത്ര ഒട്ടും ഇഷ്ടമില്ല, അന്ന് ഫ്ലൈറ്റേ കയറ്റാൻ അങ്ങനെയൊക്കെ കയറാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് വലിയ നെകളിച്ച് പോയത്. അപ്പം അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. ചേട്ടാക്ക് നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഇഷ്ടമായിരുന്നു യാത്ര, ഇപ്പം ചേട്ടാക്ക് ഒട്ടും ഇഷ്ടമില്ല. അതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചാൽ, അതല്ലേ നമുക്ക് തൊഴിലുറപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, ഉള്ള പണിക്കൊക്കെ പോട്ടെ. പിന്നെന്ന് പറഞ്ഞാൽ ഒരു വലിയ സന്തോഷമുണ്ട്. എന്നെ ഏട്ടാ ഈ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊടിമോന്റെ ഒരു വീഡിയോ റിലീസ് ആവുക. വീഡിയോ അല്ല, പാട്ട്. പൊടിമോനൊക്കെ ഒരു പാട്ടൊക്കെ പാടിയായിരുന്നു. അത് ഞാൻ ഇന്നാളെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല, വീഡിയോക്ക് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, അത് ഒരു മാതാവ്, അതെ അത്
മാതാവിൻ്റെ പാട്ടായിരുന്നു. ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് ചെന്നപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവർ നല്ല പാട്ടുകാരാകും, അമ്മ മാതാവിൻ്റെ പാട്ടായിരിക്കും ആദ്യം കിട്ടുന്നതൊക്കെ ചുമ്മാ പറഞ്ഞായിരുന്നു. പക്ഷെ മനസ്സിൽ തോന്നി അങ്ങ് പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് തന്നെ കേട്ടോ അതിനകത്ത് അവർക്ക് എല്ലാവർക്കും പാടാനൊരു ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം പൊടിമോൻ വേറൊരു ലേഡിയുടെ കൂടെ പൊടിമോനും കൂടെയാണ് പാടിയിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ നാളെ ഇതാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പേര് ഉണ്ണിയും അമ്മയും എന്നാണ് കേട്ടോ. അപ്പം എന്തായാലും ഇറങ്ങുമ്പോഴും ഞാൻ നിങ്ങളോട് പറയാം. പക്ഷെ നമുക്ക് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം. നമ്മുടെ സന്തോഷങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ചേട്ടാ വന്ന് കയറി ദിവ്യ ഇങ്ങനെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു പൊടിമോൻ്റെ പാട്ട് നാളെ ഇതാവും കേട്ടോ. എനിക്ക് പാട്ട് പാടുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. പണ്ടത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ അറിയാം. എൻ്റെ കൊച്ചുമക്കളിൽ ആരെങ്കിലും ഒരാൾ പാട്ടുകാരാകണം. കാര്യം എന്നാ ചോദിച്ചാലേ പൊടിമോൻ എന്ന് വെച്ചാൽ ബോംബെ ജീവിച്ചാണ്. വലിയ മലയാളം അറിയത്തില്ല. അത്യാവശ്യം മലയാളമൊക്കെ പറയും, വീട്ടിൽ പറയുന്നൊക്കെ ഉള്ളൂ. അന്നേരം പാട്ട് പാടും കൊടുക്കും. പറഞ്ഞിട്ട് കാര്യമില്ല. തവളക്കുഞ്ഞിനെ എല്ലാ വർഷവും ഞാൻ അവൻ്റെ ഒരു പാട്ട് ഞാൻ എടുത്തിരുന്നുണ്ട് ഫേസ്ബുക്കിൽ വീട്ടിൽ ഇരുന്ന് പാടി. ഇവിടെ ഇരുന്ന് വന്ന് അന്ന് 2 വർഷം മുമ്പല്ലേ, 2 വർഷം 3 വർഷം കുഞ്ഞല്ലേ അന്നേരം പാടിയതല്ലേ ഇട്ടിട്ടുണ്ട്. അപ്പം പണ്ടൊരു ചൊല്ലുണ്ട്, തവളക്കുഞ്ഞിനെ നീന്തൽ പഠിപ്പിക്കണം. അപ്പനാരാ അമ്മയാരാ നല്ലൊരു ഭാവി നല്ലൊരു പാട്ട് തന്നെ. ഞാനിന്ന് പറഞ്ഞു കേട്ടോ മോനെ നോക്കിക്കോടി ഈ ലോകം മൊത്തം അറിയുന്ന ഒരു ഗായകനായിട്ട് മാറും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു മോനായിട്ട് മാറുമെന്ന് പറഞ്ഞു കേട്ടോ. സത്യം അങ്ങനെ ആവട്ടെ എൻ്റെ ദൈവമേ. കാരണം എനിക്ക് പാടുന്ന കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ബിനീഷാണെങ്കിൽ സ്വന്തം ഒരു മകനെ പോണക്ക് അമ്മ എന്നുള്ള ആ വിളിയിലുണ്ട് അവൻ്റെ അത്രയും ആത്മാർത്ഥത. ഒരു ആപത്ത് വരുമ്പോഴും ഒരു അസുഖം വരുമ്പോഴും ഒക്കെ ദിവ്യയാണേലും കേട്ടോ, അവളാണേലും അതെ. എന്തേലും ഒരു ആവശ്യം വരുമ്പോഴും പിറക്കുമ്പോഴും ഒക്കെ നമ്മളെ വിളിക്കുകയും പിറക്കുകയും പറഞ്ഞു തരികയും. എനിക്ക് ഈയിടെ ഞാൻ പറഞ്ഞില്ലേ ഇച്ചാൻ്റെ ഇച്ചാത്തിൻ്റെ അടുത്ത് പോയിട്ട് റീൽസ് എടുക്കുന്നതിനെ പറ്റി പഠിച്ചു പറഞ്ഞൊക്കെ തന്നു. പക്ഷെ അതെൻ്റെ തലയിലിരുന്നില്ല. ഞാൻ മുതൽ ദിവ്യയോട് ചോദിച്ചൊക്കെ ഒരു ഇച്ചിരിയൊക്കെ പഠിച്ചത്. പക്ഷെ എനിക്ക് തൊഴിലുറപ്പ് കാരണം അത് അത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടുത്തെ ഈ പണിത്തിരക്കും തൊഴിലുറപ്പിന് പോന്നു, ഇവിടെ വന്നാൽ അതിൻ്റെ അപ്പുറത്തെ പരിപാടി. അതുകൊണ്ട് എൻ്റെ മുഖം എല്ലാം വീങ്ങി കുത്തി നീര് വെച്ച് ചേട്ടാ വഴക്കായിരുന്നു കേട്ടോ. എന്ത് ആവശ്യമില്ലാത്ത പണി ഞാൻ ഇത് അങ്ങനെയാവും ഇങ്ങനെയാവുന്നു. പക്ഷെ എനിക്ക് പറഞ്ഞു നമുക്ക് ഒരു മുറി മാത്രമായിട്ട് നമുക്ക് തുടയ്ക്കാൻ പറ്റുമോ, അപ്പം ബാക്കിയുള്ളവർക്ക് അങ്ങോട്ട് ചവിട്ടിക്കരും. അതുകൊണ്ട് ചെയ്യുമ്പോൾ എല്ലാം കൂടി ചെയ്യണ്ടേ. അതുകൊണ്ട് ചെയ്ത് രാത്രി 10:30 വരെയൊക്കെ ചെയ്തു. അങ്ങനെ ഏതായാലും ഒരുമാതിരി നീറ്റ് ആൻഡ് ക്ലീനാക്കി എടുത്തു. അപ്പം നാളെ ചേട്ടായും കൂടെ വിരിക്കാം, ലീവ് എടുക്കാം, എന്നിട്ട് നമുക്ക് നാളെ കൊണ്ട് തീർക്കാം എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ ചേട്ടായി ഇന്ന് നാളെ കൂടെ ചെയ്യാനുള്ള അത്യാവശ്യം പണികളുണ്ട്. നാളെ ഞാൻ ലീവ് എടുക്കാൻ വിചാരിച്ചിരുന്നു. അപ്പം ഇന്നത്തെ പരിപാടി ഇതെല്ലാം ഞാൻ നോക്കിയപ്പോൾ എല്ലാം ക്ലീനാണ്. അപ്പം പിന്നെ നാളെ എന്തിനാ എൻ്റെ ശമ്പളം കളയുന്നത്? അപ്പം എന്തായാലും നോക്കാതെ അത് എന്നാ ചേട്ടൻ്റെ ഇതിനനുസരിച്ച് ചെയ്യട്ടല്ലേ. കാരണം നമുക്ക് പൈസയും കൂടെ വേണം. യൂട്യൂബിൻ്റെ വരുമാനം ഇല്ല. ഇപ്പം എനിക്ക് ലോൺ അടയ്ക്കണമെങ്കിലൊക്കെ ചേട്ടായിനെ കൂടെ ആശ്രയിക്കാതെ മതിയല്ലോ. ഇത്രയും ഈ ഒരു 2-3 വർഷമായിട്ട് ഞാൻ ചേട്ടനെ ഒരു പൈസ പോലും ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ലായിരുന്നു കേട്ടോ. സത്യമായിട്ടല്ലേ എനിക്കൊരു ഞാൻ ഇനിയിപ്പോൾ പോയില്ലെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല. ഞാൻ നേരത്തെ ആഴ്ച 2 ദിവസം ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 2 മാസം കഴിഞ്ഞാൽ 1 ദിവസം പോലും ലീവ് എടുത്തിട്ടേ ഇല്ല. ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് എങ്ങനെ ലീവ് എടുത്തിട്ടില്ല. പിന്നെ ഒരു മരണത്തിന് അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കല്ലാണ്ട് ലീവ് എടുക്കുന്നേ ഇല്ല. കാരണം നമുക്ക് കറക്റ്റായിട്ട് ഓടിപ്പോണെങ്കിൽ അതും കൂടെ ചെയ്തില്ലേ പറ്റത്തില്ല. ദൈവമേ ആരോഗ്യ ആവശ്യം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. കാരണം ഒരു 1.5 വർഷം കൂടെ ഇപ്പം അടച്ചു പോകുന്ന പോലെ നമ്മുടെ ലോണും കാര്യങ്ങളും ഒക്കെ അടഞ്ഞു. അത് തീർന്നു കഴിഞ്ഞാൽ ഞാൻ ചേട്ടനോട് ഇപ്പം പറഞ്ഞിട്ടിരിക്കുക, ഇനി ഞാൻ ഒരു കടത്തിൻ്റെ പരിപാടി ചെയ്യരുത്. പെണ്ണുങ്ങളല്ലേ ഈ കുടുംബശ്രീയും സംഘവും അതും ഇതും ഒക്കെ അതേപോലെ ഉണ്ടല്ലോ ശരിക്കും കടമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളടുത്ത് ഒന്നും ചെയ്തതല്ല. നമ്മൾ കുഴൽക്കണ്ട അടിച്ചു, അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ട് ശരിക്കും പൈസ ആയില്ലേ. ഒരു എങ്ങനെ പോയാലും ഒരു 3-4 ലക്ഷം രൂപയുടെ പരിപാടികൾ ചെയ്തു വിറ്റത്തും ഒക്കെ കൂടെ ആയിട്ടല്ലേ. 10 പൈസ കളയുന്നതല്ല ലോൺ എടുത്തെന്ന് പറഞ്ഞാലും അത് നമുക്കൊരാൾ തരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അടയ്ക്കണ്ടേ. അതുകൊണ്ട് എനിക്ക് 1.5 വർഷം കൂടെ പിടിക്കും അത് തീർന്നു കിട്ടണമെങ്കിൽ. അപ്പം അത്രയും നാളെ എൻ്റെ ദൈവമേ ഒരു മുട്ടും വരുത്തരുതേന്ന് പറയുന്നത്. അപ്പം ചേട്ടാ പറയുന്നത് നീ തൊഴിലുറപ്പിനൊന്നും പോകണ്ടേ. ഇപ്പം വന്നിട്ട് പറഞ്ഞോളൂ കേട്ടോ, നിൻ്റെ മുഖമെല്ലാം വീർത്തിരിക്കുന്നു, കരിവാളിച്ചു, നീര് വെച്ചു, ഈ ഇവിടുത്തെ പണിയും കൂടെ ആയപ്പോഴത്തേനും. അല്ലേ വലിയ പണിയില്ലല്ലോ, നമ്മൾ കുക്കിങ്ങും ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യുന്നു. തൊഴിലുറപ്പിനോട് പോയാൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ ഒരു 3-4 ദിവസം തകർപ്പം പണിയായിരുന്നു. വ്യാഴാഴ്ച തൊട്ട് ഇങ്ങോട്ടേക്ക് നല്ല പണിയായിരുന്നു. അതാ ഇനിയിപ്പോൾ അത് ഓക്കെ ആയി വന്നോളൂ. പിന്നെ ഇച്ചിരി പൊടിയുടെ ആണോ എന്ന് എനിക്കറിയത്തില്ല, കയറുമ്പോഴൊക്കെ ഭയങ്കര ശ്വാസം മുട്ടലൊക്കെ പോകണമുണ്ട്. കൊളസ്ട്രോളൊന്നും കഴിഞ്ഞ പ്രാവശ്യം ചെന്ന് ഇല്ലായിരുന്നു. ഇനിയിപ്പം എൻ്റെയും കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ നോക്കണം. പൊടി അടിച്ചതിൻ്റെ ആയിരിക്കും. അപ്പം പറഞ്ഞ് നീട്ടിക്കൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ പൊടിമോൻ്റെ കാര്യം ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുകയാണ് കേട്ടോ. നമ്മുടെ മുംബൈ മെല്ലൂസ് ദിവ്യയും മിനിഷയും ഇടയ്ക്കിടയ്ക്ക് ഷോർട്ട് വീഡിയോയും ഫേസ്ബുക്കിലും ഒക്കെ ഇടുന്നുണ്ട്. പറ്റുന്നവരൊക്കെ നല്ലതാണ്. കേദാറിൻ്റെയൊക്കെ പൊടിമോൻ്റെ ചേട്ടൻ്റെ കേദാറിൻ്റെയൊക്കെ അഭിനയം എന്ന് പറഞ്ഞോണ്ടല്ലോ ശരിക്കും നമ്മൾ കണ്ടു.
അപ്പോൾ പറ്റുന്നവരെല്ലാവരും ഒന്ന് പിന്നെ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കയറ്റിക്കൊണ്ട് വരിക കേട്ടോ. വലിയ പൈസയും കാര്യങ്ങളും ഒന്നും അതിന് കിട്ടാൻ തുടങ്ങിയിട്ടില്ല. ഞാൻ പറയാം, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിരിക്കുമ്പോൾ മനസ്സിനൊരു സുഖവും സന്തോഷവും ഒക്കെ കിട്ടുന്ന കാര്യങ്ങളല്ലേ പിള്ളേരുടെ. അവരുടെ ഫാമിലി മൊത്തം ഒരു ക്യൂട്ട് ഫാമിലിയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ കുറേ പേരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയുമായിരുന്നു. അപ്പം അതുപോലെ തന്നെ അവൻ നല്ലൊരു പാട്ടുകാരനായി മാറാനായിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്ന് സന്തോഷമുള്ള ഒരു വീഡിയോ ആയിരുന്നു. അവരുടെ കാര്യം കേട്ടപ്പോ അതെ വരും. എന്നാന്നറിയോ, ഇവിടെ വന്നപ്പോ അവന് നാക്ക് ശരിക്കും തിരിയാറായിട്ടില്ല അല്ലേ? കുഞ്ഞാ എന്നിട്ട് ചേട്ടാടെ ആ മൈക്കെടുത്ത് കൊടുത്തിട്ടേ അവനാ അതിനനുസരിച്ച് ആ മ്യൂസിക്കൊക്കെ ഇട്ട് അത് നമുക്ക് വീഡിയോയ്ക്ക് അതിടാൻ പറ്റത്തില്ല കേട്ടോ. ആ കാരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ആ കറക്റ്റ് ആ മ്യൂസിക്കൊക്കെ തീരുന്ന സമയം അവൻ പാടണമെന്നുള്ളത് അത്രയും ഗ്രഹിച്ച് അവൻ പാടുന്നുണ്ട്. അന്നേ ഞാൻ പറഞ്ഞു നല്ലൊരു പാട്ടുകാരനായി മാറുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു കുഞ്ഞായി പാട്ടുകാരനായി അവർക്ക് അച്ഛനും അമ്മയ്ക്കും നല്ല അഭിമാനമായിട്ട് മാറട്ടെ. അതിനിടയ്ക്ക് നമുക്ക് ഇച്ചിരി നെകളിക്കാമല്ലോ, കാരണം നമ്മുടെ മകൻ്റെ കുഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ കൊച്ചുമക്കളിൽ ആരെങ്കിലും ഒരാളൊരു പാട്ടുകാരിയാണേത്. നേരത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം. അപ്പം എൻ്റെ കൊച്ചുമക്കളിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഒരു പാട്ട് പാടുന്ന ഒരാൾക്കാരായി പാട്ടേന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. എനിക്ക് പാട്ട് പാടുന്നവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നെന്തായാലും ഒരു സന്തോഷമുള്ള വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടത്തിൽ അവരോട് ഒന്നിട്ട് ചൂട്ടിക്കുക. അപ്പോൾ ചേട്ടൻ്റെ ഫുഡ് എടുപ്പ് കഴിഞ്ഞു, ഇനി പോയി പാത്രമൊക്കെ എടുത്ത് വെക്കട്ടെ. അപ്പം പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.